സിദ്ധാർത്ഥ് വിശ്വനാഥന്റെ സംവിധാനത്തിൽ ആർ.ജെ. ബാലാജി, സെൽവരാഘവൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്രമാണ് സ്വർഗവാസിൽ. ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ മലയാളത്തിലെ കുറച്ച് പ്രധാന നടന്മാരും നടിയും ഈ ചിത്രത്തിലുണ്ട് എന്നത് തന്നെയാണ്. എന്താണ് അവരുടെ കഴിവ് എന്നൊക്കെ അവർ ശരിക്കും തെളിയിച്ചിട്ടുണ്ട്. അതിലേക്ക് വരാം. ജയിലിനുള്ളിലെ കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ട്രെയിലറിൽ നിന്നും വ്യക്തമായതുപോലെ തടവുപുള്ളികളുടെ കൺട്രോളിൽ ജയിൽ വരുന്നു. അവിടേക്കൊരു തടവുപുള്ളിയായി ആർ.ജെ. ബാലാജി എത്തുന്നു. പിന്നീടുള്ള സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒന്നും അധികം ചേർക്കാതെ നമ്മുടെ പ്രതീക്ഷ ശരിവെക്കാത്ത തരത്തിൽ മറ്റൊരു രീതിയിലാണ് കഥ നീങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ തന്നെ തിയേറ്ററിൽ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് എന്നുകൂടി പറയാം. എടുത്തു പറയേണ്ടത് അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ്. ഈ സിനിമയെ അവസാനം വരെ തളരാതെ പിടിച്ചു നിർത്തിയത് അവരാണ്. കേന്ദ്ര കഥാപാത്രമായി വന്ന ബാലാജി ആണെങ്കിലും സെൽവരാഘവനാണെങ്കിലും അതുപോലെ എടുത്തു പറയേണ്ട പേരുകളാണ് ഹക്കീം ഷാ, ഷറഫുദ്ദീൻ, സാനിയ അയ്യപ്പൻ എന്നിവരുടേത്. മികച്ച പ്രകടനമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് എസ് പി ആയി വന്ന ഷറഫുദ്ദീൻ വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഹക്കീം ഷാ ആണെങ്കിലും അങ്ങനെ തന്നെ. ഒരു ഹെവി ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മറ്റൊന്ന് ചിത്രത്തിന്റെ സംഗീതമാണ്. ക്രിസ്റ്റോസേവരാണ് അത് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭാഗങ്ങളിൽ. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കും. കാരണം എ റേറ്റഡ് ചിത്രമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാണും എന്നത് തീർച്ചയായിരുന്നു. പക്ഷേ എ റേറ്റഡ് ചിത്രം എന്ന് പറയത്തക്ക വയലൻസ് ഉണ്ടോ എന്നത് സംശയമാണ്. ക്ലൈമാക്സ് ഭാഗങ്ങളാകുമ്പോൾ ബ്ലഡി സ്വീറ്റ് സോങ് ഒക്കെ പോലത്തെ ഒരു അടിപൊളി പാട്ടങ്ങ് വരും. ഇപ്പൊ പൊട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും. പാട്ട് കഴിഞ്ഞ് സിനിമ മുന്നോട്ട് പോകും. ഒന്നും പൊട്ടില്ല. ഒരു റിയലിസ്റ്റിക് സമീപനമായതുകൊണ്ട് തന്നെ അങ്ങനെ പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ല എന്നല്ല, കുറവാണ്. ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഇതിന്റെ തിയേറ്റർ വാച്ച് മിസ് ചെയ്യരുത് എന്ന് തന്നെ പറയാം. പൊതുവെ നമ്മൾ തമിഴ് സിനിമകളിൽ കണ്ടുവരുന്ന ചില കൊമേഴ്ഷ്യൽ എലമെന്റ്സ് അതിപ്പോ മാസ് തന്നെ വേണമെന്നില്ല. അത്തരം എലമെന്റ്സ് ചിത്രത്തിൽ കുറവായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ചിത്രം നമ്മളെ എൻഗേജിങ് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ അത് ആദ്യമേ പറഞ്ഞതുപോലെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനമാണ്. ഒപ്പം ക്രിസ്റ്റോസേവരുടെ സംഗീതവും. അമിത പ്രതീക്ഷയില്ലാത്ത സിനിമയെ സമീപിച്ചാൽ നല്ലൊരു സിനിമ അനുഭവം ചിത്രം നിങ്ങൾക്ക് സമ്മാനിക്കും. ഒരുപക്ഷെ അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകാനും ഈ ചിത്രം വഴിയുണ്ട്. ചിലയിടങ്ങളിൽ നായകൻ അന്യായ ബിൽഡപ്പ് നൽകും. അപ്പോൾ പ്രതീക്ഷിക്കും എന്തെങ്കിലും ഇപ്പോൾ നടക്കും. പക്ഷെ അങ്ങനെ ഒന്ന് നടക്കുന്നുണ്ട്. അതെപ്പോഴാണ് എങ്ങനെയാണ് എന്നതൊക്കെ തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയുക. ഈ ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക.